ഓരോ മലയാളിയുടെയും അഭിമാനമായ മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടിക്കെതിരെ ഇപ്പോൾ വലിയ തോതിൽ സൈബർ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. വെറുമൊരു സൈബർ ആക്രമണം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഒരു വിദ്വേഷ പ്രചാരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മമ്മൂട്ടിയെ ഒരു ഇസ്ലാമിസ്റ്റായി ചിത്രീകരിക്കാനുള്ള ബോധപൂർവമായ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു സൈബർ ഇടങ്ങളിൽ. സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്നാണ് ഈ ആക്രമണമൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എവിടെ നിന്നാണ് ഇത് തുടങ്ങിയത്? അത് തുടങ്ങിയത് മറുനാടൻ മലയാളിയിൽ നിന്നാണ്. മറുനാടൻ മലയാളിയുടെ മേധാവി ഷാജസ്കറിയ പുഴു എന്ന സിനിമയിൽ മമ്മൂട്ടിയാണ് നായകനായി അഭിനയിച്ചത്. ആ സിനിമയുടെ സംവിധായികയായ രത്തീനയുടെ ഭർത്താവ് ഷർഷാദാണ് ആ സിനിമയ്ക്ക് തിരക്കഥയും എഴുതിയിരിക്കുന്നത്. ഷർഷാദുമായി മറുനാടൻ മലയാളിയുടെ മേധാവി ഷാജസ്കറിയ നടത്തിയ ഒരു ഇന്റർവ്യൂ. ആ ഇന്റർവ്യൂവിൽ പറഞ്ഞ ചില വാചകങ്ങൾ, ചില കാര്യങ്ങൾ അതുപിടിച്ചാണ് വലിയ തോതിലുള്ള വിദ്വേഷ പ്രചാരണം മമ്മൂട്ടിക്കെതിരെ തുടങ്ങിയത്. സംഘപരിവാർ കേന്ദ്രങ്ങളാണ് ആരംഭിച്ചത്. മമ്മൂട്ടി ആ സിനിമ ചെയ്യാൻ ബോധപൂർവമായ ഇടപെടൽ നടത്തി. അത് ഹിന്ദുമതത്തെ അവഹേളിക്കുന്ന തരത്തിലുള്ള സിനിമയാണ് എന്നൊക്കെയാണ് ഷർഷദ് ഇന്റർവ്യൂവിൽ പറഞ്ഞത്. അതാണ് വലിയ ചർച്ചയായി മാറുകയും സൈബർ ആക്രമണത്തിന് ഇടയാകുകയും സംഘപരിവാർ കേന്ദ്രങ്ങൾ അത് ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്തത്. ഇപ്പോഴെന്താണ് സംഭവിച്ചത്? മെല്ലെ ഇതൊക്കെ തിരിച്ചടിയായി മാറിയിരിക്കുന്നു സംഘപരിവാറിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നു വരുന്നു. ഇന്ത്യയൊട്ടാകെ സംഘപരിവാറിന്റെ ഈ വിദ്വേഷ പ്രചാരണത്തിനെതിരെ രംഗത്ത് വന്നു. കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം അതിൽ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ആ പ്രതിഷേധം മെല്ലെ ഷാജസ്കറിയിലേക്കും മറുനാടൻ മലയാളിയിലേക്കും തിരിയുകയാണ്. കഴിഞ്ഞ ദിവസം മറുനാടൻ മലയാളി ചെയ്ത ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോയുടെ തലക്കെട്ട് ഇങ്ങനെയാണ്: പതിയെ ആ മറുനാടൻ അഭിമുഖം വൈറലാകുന്നു, മമ്മൂട്ടി എയറിലാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള അഭിമുഖമാണ്. മമ്മൂട്ടിക്കെതിരെ BJP കേന്ദ്രങ്ങളിൽ, സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നടക്കുന്ന സൈബർ ആക്രമണം, ആ ആക്രമണത്തിലൂടെ എയറിലായിരിക്കുകയാണ് മമ്മൂട്ടി, എയർ നിൽക്കുകയാണ് മമ്മൂട്ടി. അത് മറുനാടൻ മലയാളി നടത്തിയ ഒരു ഇന്റർവ്യൂവിന്റെ ഫലമായിട്ടാണ് എന്ന് സമ്മതിക്കുക കൂടി ചെയ്യുകയാണ് മറുനാടൻ മലയാളിയുടെ മേധാവിയായ ഷാജസ്കറിയ. പതിയെ ആ മറുനാടൻ അഭിമുഖം വൈറലാകുന്നു എന്ന്. മറുനാടനിലാണ് ആ ഇന്റർവ്യൂ ആദ്യം വന്നത്. അത് ദീർഘമായ ഇന്റർവ്യൂ തന്നെയായിരുന്നു. ആ ഇന്റർവ്യൂയെ തുടർന്ന് ഇപ്പോൾ മമ്മൂട്ടി എയറിലാണ് എന്നാണ് കഴിഞ്ഞ ദിവസം ഷാജസ്കറിയ നൽകിയ ഒരു വീഡിയോയുടെ തലക്കെട്ട് തന്നെ. ഇപ്പോൾ മെല്ലെ അവിടെ നിന്നും ഒന്ന് മലക്കം മറിഞ്ഞിരിക്കുന്നു ഷാജസ്കറിയ. ഞാൻ മമ്മൂട്ടിക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല, ഞങ്ങൾ മമ്മൂട്ടിക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ് ഷാജസ്കറിയ പറയുന്നത്. ഷാജസ്കറിയയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്, അത് നമുക്കൊന്ന് വായിക്കാം. ഞാൻ മാത്രമല്ല, കേരളം മുഴുവൻ മമ്മൂക്കക്ക് ഒപ്പമാണ്. ആ മഹാനായ നടനെ മതത്തിന്റെ ലേബലിൽ കോർണർ ചെയ്യുന്നത് അങ്ങേയറ്റം ഖേദകരമാണ്. ആരാണ് പറയുന്നത്? ഷാജസ്കറിയ. കഴിഞ്ഞ ദിവസം അദ്ദേഹം ചെയ്ത ഒരു വീഡിയോയുടെ തലക്കെട്ട് ഞാൻ വായിച്ചതേയുള്ളൂ. അതിനുശേഷമാണ് ഇത്തരം ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി ഷാജസ്കറിയ രംഗത്തു വരുന്നത്. ഞാൻ മാത്രമല്ല, കേരളം മുഴുവൻ മമ്മൂക്കക്ക് ഒപ്പമാണ്. ആ മഹാനായ നടനെ മതത്തിന്റെ ലേബലിൽ കോർണർ ചെയ്യുന്നത് അങ്ങേയറ്റം ഖേദകരമാണ്. അങ്ങനെ ആയിരുന്നു എങ്കിൽ അദ്ദേഹം നടനാവുമായിരുന്നില്ലല്ലോ. ഷർഷാദിന്റെ വെളിപ്പെടുത്തൽ ഉറക്കം കെടുത്തിയ കുരുട്ട് ബുദ്ധിക്കാരായ അന്തം കമ്മികളാണ് ബോധപൂർവം വിവാദം മമ്മൂക്കയിലേക്ക് തിരിച്ചുവിട്ടത്. പാർട്ടി സെക്രട്ടറിയുടെ മകന്റെ ഇടനിലക്കാരന്റെ റോളും ലണ്ടനിലെ ദല്ലാളുമൊക്കെ ചർച്ചയാവാതിരിക്കാൻ, തോമസ് ഐസക്കിനെ പോലെയുള്ളവരുടെ കാപട്യം മറച്ചുവയ്ക്കാൻ അവർ മനഃപൂർവ്വം വിവാദം മമ്മൂട്ടിക്ക് നേരെ തിരിച്ചുവിട്ടതാണ്. മമ്മൂട്ടിയുടെ സിനിമാ ജീവിതം തകർക്കും എന്ന തരത്തിൽ ഷർഷാദിന്റെ ഓഡിയോ എഡിറ്റ് ചെയ്ത് അവർ പ്രചരിപ്പിച്ചത് കൃത്യമായ ലക്ഷ്യത്തോടെയാണ്. ഷാഫി പറമ്പലിനെ വർഗീയവാദിയാക്കിയ അതേ കുരുട്ടുബുദ്ധിയിലൂടെ മമ്മൂട്ടിയെ എയറിൽ നിർത്തി CPM എന്ന ദല്ലാൽ പാർട്ടി തടിതപ്പുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷാജസ്കറിയയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. എന്ന് വെച്ചാൽ ഇതെല്ലാം ചെയ്തത് CPIMന്റെ സൈബർ സഖാക്കളാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത് ഷാജസ്കറിയ. ഇന്റർവ്യൂ നടത്തിയത് ആരാണ്? ഷാജസ്കറിയാണ്. ആരാണ് ഇന്റർവ്യൂ സംപ്രേഷണം ചെയ്തത്? ഷാജസ്കറിയയുടെ മറുനാടൻ മലയാളിയാണ്. അതിൽ പറയുന്ന കാര്യങ്ങളാണ് സംഘപരിവാർ കേന്ദ്രങ്ങൾ, സംഘപരിവാറിന്റെ ഹാൻഡിലുകളിൽ നിന്നാണ്. അത് എല്ലാവർക്കും കാണാം. ഫേസ്ബുക്കിൽ കയറി നോക്കിയാൽ സംഘപരിവാറിന്റെ ഹാൻഡിലുകളിൽ നിന്ന്, സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ നിന്നാണ് ഈ വിമർശനം മുഴുവൻ ഉയർന്നു വരുന്നത്, ഈ വിദ്വേഷ പ്രചാരണം മുഴുവൻ ഉയർന്നു വരുന്നത്. അതൊക്കെ കണ്ടുകൊണ്ട് പറയുകയാണ് ഇതെല്ലാം ചെയ്യുന്നത് കമ്മികളാണ് എന്ന്. കമ്മികൾ എന്ന് പറഞ്ഞാൽ CPIMന്റെ സൈബർ വിഭാഗമാണ് ഇതൊക്കെ ചെയ്യുന്നത്. മമ്മൂട്ടിക്കെതിരെ ബോധപൂർവം ഇത് തിരിച്ചുവിടുകയാണ് എന്ന് പറഞ്ഞ് എല്ലാം CPIMന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഷാജസ്കറിയ നടത്തുന്നത്. അദ്ദേഹം ചെയ്തതെന്നും തെറ്റല്ല, അദ്ദേഹം ചെയ്തതൊക്കെ ശരിയാണ് എന്നും അതിനെ ഉപയോഗിച്ച് സംഘപരിവാറുകാരല്ല ചെയ്തിരിക്കുന്നത്, അത് ഇപ്പോൾ വിദ്വേഷ പ്രചാരണം നടത്തിയിരിക്കുന്നത് CPMകാരാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത് ഷാജസ്കറിയ. കൃത്യമായ മലക്കം മറിച്ചിലാണ് ഷാജസ്കറിയ നടത്തിയിരിക്കുന്നത്. ഇതേക്കുറിച്ച് PV അൻവർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതും കൂടി നമുക്ക് നോക്കാം. പതിയെ ആ മറുനാടൻ അഭിമുഖം വൈറലാകുന്നു, മമ്മൂട്ടി എയറിലാണ്. PV അൻവറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: പതിയെ ആ മറുനാടൻ അഭിമുഖം വൈറലാകുന്നു, മമ്മൂട്ടി എയറിലാണ്.
ഇന്നലെ രാവിലെ ഷാജൻ പബ്ലിഷ് ചെയ്ത വീഡിയോയുടെ ടൈറ്റിൽ ആണിത്. ഞാൻ വലിയ സംഭവമാണ്, മമ്മൂട്ടിയെ പോലും എയറിൽ വിടാൻ എനിക്ക് പറ്റും, വേണമെങ്കിൽ എല്ലാവരും എന്നെ ഒന്ന് പേടിച്ചോ എന്ന ലൈനിൽ ആണ് ഷാജൻ ഇന്നലെ വന്നിരുന്ന് ഡയലോഗ് അടിച്ചത്. ഇന്ന് നേരെ യൂട്ടേൺ അടിച്ചിട്ടുണ്ട്. മമ്മൂട്ടിക്കെതിരെ ഞങ്ങളൊന്നും പറഞ്ഞില്ല, എല്ലാം കമ്മികൾ പറഞ്ഞുണ്ടാക്കുന്നതാണ് ചർച്ച വഴിതിരിച്ച് വിടാൻ. സംഗതി സീനാകുന്നു എന്ന ബോധ്യം വന്നപ്പോൾ ഇന്ന് നല്ല രീതിയിൽ മെഴുകുന്നുണ്ട്. മമ്മൂട്ടി മറുപടി പറയുന്നില്ല എന്നതാണ് മഞ്ഞപ്പത്രക്കാരൻ്റെ മറ്റൊരു ആശങ്ക. അത് മറ്റൊന്നും കൊണ്ടല്ല, അതിനുള്ള ക്ലാസ് ഇവരൊന്നും ഇല്ലെന്ന് മമ്മൂട്ടിക്ക് തോന്നിക്കാണും. അപ്പോൾ മെഴുകൽ തുടരട്ടെ ഷാജ, ഒന്നുകൂടെ പറഞ്ഞോട്ടെ, മമ്മൂട്ടിയെ എയറിൽ വിടാൻ ഒന്നും നീ ആളായിട്ടില്ല, ഇച്ചിലൂടെ നീ മൂക്കണം അതിന് എന്ന് പറഞ്ഞുകൊണ്ടാണ് പി വി അൻവർ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ഏതായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. കഴിഞ്ഞ ദിവസം വരെ മറുനാടൻ മലയാളി പറഞ്ഞത് ആ ടൈറ്റിലാണ് ആദ്യം വായിച്ചത്. പതിയെ പതിയെ ആ മറുനാടൻ അഭിമുഖം വൈറലാകുന്നു, മമ്മൂട്ടി എയറിലാണ് എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്ത് ആ അഭിമുഖം വളരെ മഹത്തരമാണ് എന്ന് പറഞ്ഞ മറുനാടൻ മലയാളിയുടെ മേധാവിയായ ഷായസ്കറിയ ഇപ്പോഴിതാ മലക്കം പറഞ്ഞിരിക്കുന്നു. ഇതെല്ലാം ചെയ്തിരിക്കുന്നത്, ഈ സൈബർ ആക്രമണം മുഴുവൻ നടത്തിയിരിക്കുന്നത് കമ്മികളാണ്, CPIMന്റെ സൈബർ വിഭാഗമാണ് എന്ന് പറഞ്ഞു വെച്ച് തടിയൂരാനാണ് ശ്രമിക്കുന്നത് ഷായസ്കറിയ. എന്തുകൊണ്ടെന്നാൽ തിരിച്ചടി ഭയക്കുന്നുണ്ട് ഷായസ്കറിയ എന്ന് തോന്നുന്നു. സമൂഹം മൊത്തം ആ ഇന്റർവ്യൂവിന് എതിരെയാണ്, മമ്മൂട്ടിക്കെതിരെ നടക്കുന്ന ഈ വിദ്വേഷ പ്രചരണത്തിന് എതിരെയാണ് സമൂഹം മുഴുവൻ. ഓരോ മലയാളിയും, മമ്മൂട്ടിയെ സ്നേഹിക്കുന്ന ഓരോ മലയാളിയും ഇതിനെതിരെ രംഗത്ത് വരുന്നു. സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്നും മാത്രമാണ് മമ്മൂട്ടിക്കെതിരെ ഈ വിദ്വേഷ പ്രചരണം നടക്കുന്നത് എന്ന ബോധ്യം എല്ലാവർക്കുമുണ്ട്. മമ്മൂട്ടിയെ ഇസ്ലാമിസ്റ്റായി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ ബോധപൂർവ്വം നടക്കുകയാണ്. അത് നടക്കില്ല എന്ന് മലയാളിയുടെ മുഖമാണ് മമ്മൂട്ടി, ഓരോ മലയാളിയും സ്നേഹിക്കുന്ന വ്യക്തിത്വമാണ് മമ്മൂട്ടി എന്ന ചർച്ചകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉയർന്നു വരുന്ന ഈ ഘട്ടത്തിലാണ് സ്വാഭാവികമായും മറുനാടൻ മലയാളിക്കും നിൽക്കക്കള്ളിയില്ലാതെ ചൂടുമാറ്റേണ്ടി വരുന്നത് എന്നാണ് പി വി അൻവറിനെ പോലെയുള്ള ആളുകൾ പറയുന്നത്. ഏതായാലും ഈ വിഷയം നല്ല ചർച്ചയായി മാറിയിട്ടുണ്ട്. സംഘപരിവാറിനും അതേപോലെ തന്നെ മറുനാടൻ മലയാളിക്കും അത് തിരിച്ചടിയായി മാറുന്നുണ്ട് എന്ന് വേണം കരുതാൻ.